സ്ഥാപനങ്ങളിൽ രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ ദുരിതം പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട്. വെയിലത്തും മഴയത്തും ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന ഇവർക്ക് ഇരിപ്പിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലേബർ ഓഫീസർ. ഉത്തരവ് പാലിക്കാത്ത തൊഴിലുടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിക്കുന്നുണ്ട്. തൊഴിലുടമകൾ ഈ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. സ്മിതാഹൃദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇറക്കിയ ഒരു സർക്കുലറിനെ കുറിച്ച് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊരു സർക്കുലർ വരണം എന്നുള്ളത്. എന്താണെന്നല്ലേ, സെക്യൂരിറ്റി ജീവനക്കാർ, അവരുടെ സൗകര്യങ്ങൾ, സുരക്ഷ, ഇതിനെക്കുറിച്ചാണ് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഹോട്ടലുകൾ, കടകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ സ്ഥാപനത്തിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇവർ രാത്രിയും പകലും ഇല്ലാതെ തൊഴിൽ ചെയ്യുന്നു. കൊടും ചൂടിലും പെരുമഴയത്തും അവർ സ്ഥിരം കാഴ്ചയാണല്ലേ. കുടയുണ്ടാകില്ല, വല്ലാതെ കഷ്ടപ്പെടും. തണലത്ത് പോയി നിൽക്കാൻ പോലും ചില ഉടമകൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ്. ദാഹിച്ച് വലയുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കിട്ടാറുമില്ല. പക്ഷേ തൊഴിൽ വകുപ്പിൻ്റെ ഈ പുതിയ സർക്കുലർ, ഇനി ഈ അനീതി നടക്കില്ല എന്നാണ് ആ സർക്കുലറിൽ പറയുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ കടകളിലെയും വാണിജ്യ സ്ഥാപനങ്ങളിലെയും തൊഴിലുടമകൾ ഈ സുരക്ഷാ ജീവനക്കാർക്ക് ഇരിപ്പിടം, കുട തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയേ മതിയാകും. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളവും മറ്റ് അവശ്യ സൗകര്യങ്ങളും നൽകുകയും വേണം. ചൂടും കാഠിന്യവും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പകൽ, രാത്രി റിഫ്ലക്റ്റീവ് കോട്ടുകൾ, തൊപ്പികൾ, കുടകൾ, കുടിക്കാൻ വെള്ളം, സുരക്ഷാ കണ്ണടകൾ എന്നിവ തൊഴിലുടമകൾ നൽകണം എന്നതാണ് വ്യവസ്ഥ. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ജോലി ചെയ്യുന്ന സുരക്ഷാ ജീവനക്കാർ പലപ്പോഴും സൂര്യപ്രകാശത്തിൽ ദീർഘനേരം ജോലി ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. അതിനെ തുടർന്നാണ് തൊഴിൽ വകുപ്പ് ഈ സർക്കുലർ പുറപ്പെടുവിച്ചത്. നമ്മളും കാണാറുണ്ട് അല്ലേ, കഷ്ടപ്പെടുന്നവരെ. ഈ വിഷയത്തിൽ തൊഴിൽ വകുപ്പിൻ്റെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ തൊഴിലുടമകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ജില്ലാ ലേബർ ഓഫീസേഴ്സ് ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പരിശോധനകൾ നടത്താൻ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ സ്ക്വാഡുകൾ രൂപീകരിക്കും എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല സ്വാഗതാർഹമായൊരു കാര്യമാണ്. കൂടാതെ അത്തരം എല്ലാ സ്ഥാപനങ്ങളും വേതന സുരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും തൊഴിൽ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, രാത്രികാലങ്ങളിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് ലഹരിയിൽ ഈ പാവം സുരക്ഷാ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ തന്നെ പോകാറുണ്ട്. നമ്മളതൊക്കെ കാണാറുമുണ്ട് അല്ലേ. അപ്പോൾ അതിനെതിരെയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇങ്ങനെ അതിക്രമങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി ഉറപ്പാക്കാനും ഒരു വ്യവസ്ഥ കൂടി അതിൽ വന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. ഇതിങ്ങനെ എക്സ്പ്ലൈനറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഇതെല്ലാവരും തിരിച്ചറിയണമെന്നില്ല. ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ കണ്ണിൽ പെടുമ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. രാത്രിയും പകലുമില്ലാതെ സുരക്ഷയുറപ്പാക്കാൻ ഈ പാവങ്ങൾ, സാധാരണക്കാരായ മനുഷ്യർ കഷ്ടപ്പെടുമ്പോൾ അവരുടെ തൊഴിലിടങ്ങളിലെ ഉറപ്പ്, അവരുടെ സുരക്ഷ, അവരുടെ ആരോഗ്യം, വിശന്ന് വലയുമ്പോൾ ഒരൽപ്പം ഭക്ഷണം, ദാഹിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം, കൈയും കാലും തളർന്ന് വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനൊരു ഇരിപ്പിടം, അതുമാത്രമല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അത് നൽകിയേ പറ്റൂ. അത് നിയമപരമായി അവർക്ക് അർഹതയുള്ളതാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടണം.